ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു പ്രേതപ്പടമാണ്. ഇത് ഇതുവരെ കണ്ട പ്രേതപ്പടങ്ങൾ പോലെ അല്ലാട്ടോ. ഇത് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് ആൻഡ് ഇമ്പീരിയലൈസ്ഡ്. അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ, നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ. ഹേ പയ്യൻസ്, ഇന്നൊരു വെറൈറ്റി ഹൊറർ പടം പോയിരുന്നു കണ്ടോ. അപ്പൊ സിനിമയുടെ പേര് മഞ്ജു വാര്യരുടെ വോയിസ് ഓവറോടെയാണ് ഈ സിനിമ തുടങ്ങുന്നത്. ഞാൻ മഞ്ജു വാര്യർ. ഈ സിനിമയിൽ ഞാനില്ല. ഈ സിനിമയിൽ ഞാനില്ല. ഗേൾസ് എന്ന ഈ സിനിമയെ കുറിച്ച് കേട്ടപ്പോൾ ഒരു കൗതുകം തോന്നി. അതുകൊണ്ട് ഈ ചിത്രത്തെക്കുറിച്ച് 2 വാക്ക്. 1906 ഡിസംബർ 26 ഓസ്ട്രേലിയയിൽ ലോകത്തിലെ ആദ്യത്തെ ചലച്ചിത്രം പിറന്നു. 1913 ഏപ്രിൽ 21 ദാദാസാഹിബ് 1930 ഒക്ടോബർ 23 മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ സിനിമയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വിഗതകുമാരനായിരുന്നു ആ ചലച്ചിത്രം. അല്ല, ഈ ചിത്രത്തിനെ കുറിച്ച് 2 വാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യത്തെ സിനിമ ഉണ്ടായ ചരിത്രം വിഗതകുമാരന്റെ റിവ്യൂ ഒക്കെയാണ് ഇവര് പറയണത്. ദ സ്റ്റോറി ഓഫ് ദ കെലി ഗാങ് എന്നായിരുന്നു ആ ചിത്രത്തിന്റെ പേര്. എവിടെ ഈ സിനിമയെ കുറിച്ചുള്ള 2 വാക്ക് എവിടെ? പുരുഷ കഥാപാത്രങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ചലച്ചിത്രം. അപ്പൊ ലേഡീസ് മാത്രം അഭിനയിച്ച ഒരു സിനിമയാണ് കേട്ടത്. ആരഭിനയിച്ചാലും കുഴപ്പമില്ല, നന്നായ മതി. ഇനി ഞാൻ കൂടുതൽ പറഞ്ഞാൽ ഈ സിനിമയുടെ സസ്പെൻസ് നഷ്ടപ്പെടും. അങ്ങനെ പോയാലോ? എന്തെങ്കിലും തന്നിട്ട് ഇത്രയും പറഞ്ഞല്ലേ. ഇനി ഞാൻ കൂടുതൽ പറഞ്ഞാൽ ഈ സിനിമയുടെ സസ്പെൻസ് നഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾ തന്നെ കണ്ട് വിലയിരുത്തുക. എടുത്തു വെച്ചാട്ടെ, ഞാൻ പൊളിച്ചടുക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ആദ്യം ഏതോ ഒരു സ്ത്രീ വന്നിട്ട് ആരുടെയോ കല്ലറയിൽ പൂക്കളൊക്കെ വെക്കുകയാണ്. അപ്പോ പിന്നെ നോക്കുമ്പോണ്ട് എനിക്ക് വ്യക്തമായില്ല. എന്തായി? കണ്ടു കഴിഞ്ഞോ? എന്തു പറഞ്ഞു? കണ്ട് ത്രില്ലടിച്ചിരിക്കാം. ഓ, ഇതൊക്കെ ഒരു ഷോർട്ട് ഫിലിം ആണല്ലേ. കോൺസെപ്റ്റ് ആരുടെയാ? ഈ കിടന്ന് ഓടുന്നതാണോ കോൺസെപ്റ്റ്? ഈ പരിപാടി നീ ഇവിടെ നിർത്തിക്കോ. ഈ സോഫിയയാണ് നമ്മുടെ പടത്തിലെ നായിക. ഇത്രയും വേസ്റ്റ് ആയ ഒരു ഡിപ്ലോമ ഫിലിം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ ഉണക്ക ഷോർട്ട് ഫിലിം ആർക്കും ഇഷ്ടമായിട്ടൊന്നുമില്ല. അതിനവരെ കുറ്റം പറയാൻ പറ്റില്ല. അതുകൊണ്ട് പുതിയൊരു കോൺസെപ്റ്റില് വേറെ ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ ഈ മാഡം ഇവരോട് പറയുകയാണ്. ഐ വാണ്ട് സംതിങ് ഡിഫറെന്റ് ആൻഡ് യുണീക്. അതുകൊണ്ട് വേണ്ട, ഇതിവിടെ വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും നല്ലത് പറഞ്ഞിട്ടില്ലല്ലോ. സോഫിയ, 2 weeks അതിനകം നിങ്ങൾ പ്രോജക്ട് സബ്മിറ്റ് ചെയ്തിരിക്കണം. ആര് കേട്ടാലും ഇഷ്ടപ്പെടുന്ന, ആരും ഇതുവരെ പറയാത്തൊരു വിഷയം അങ്ങനെയൊന്ന് കണ്ടെത്തിയേ പറ്റൂ. അതെ, അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കഥ. അതൊന്നും കുഴപ്പമില്ല സാറേ, എന്നെ കൊണ്ടാവുന്നതിന്റെ പരമാവധി ചെയ്യാൻ ഞാൻ റെഡിയാ. അവിടെയാണ് മറ്റൊരു കഥാപാത്രത്തിന്റെ ഇൻട്രോ. ഒരാളുടെ ഇൻട്രോക്ക് ഇടാൻ പറ്റിയ BGM ആണ് കേട്ടത്. ഇതെന്താ ഐസുകാരനാണോ വന്നിരിക്കണത്? ഞാൻ ആരാണെന്നാടാ നീ വിചാരിച്ചത്? വേൾഡ് വൈഡ് 100 കണക്കില് ബോയ് ഫ്രണ്ട്സ് ഉള്ളവളാടാ ഞാൻ. ഓ, ഒന്ന് ഓവറാക്കാണ്ട് ഒന്ന് പോവോ? എന്റെ അപ്പനും അമ്മയും എനിക്കിട്ട പേര് എനിക്കിഷ്ടായി. കാണണം. ഇതാണ് കുഴപ്പം. എന്തിന് എനിക്കിഷ്ടായി. കാണണം. എന്തെങ്ങനെയൊക്കെ? അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. ഒരു കഥ പലതരം ചിന്തകളിലൂടെ, വഴിയോര കാഴ്ചകളിലൂടെ, മനസ്സിന്റെ ഏതേതോ കോണുകളിൽ നിന്ന് ഉത്ഭവിച്ച് കാണാ വഴികളിലൂടെ സഞ്ചരിച്ച് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി. ഷോർട്ട് ഫിലിം എടുക്കാൻ ഒരു കഥ വേണം. അതിനാണ് ഇപ്പൊ ഈ മനസ്സിന്റെ കോണിന് ഉത്ഭവിച്ച് അടുപ്പിലിട്ട് വറുത്തെടുത്ത് മനസ്സിന്റെ ഏതേതോ കോണുകളിൽ നിന്ന് ഉത്ഭവിച്ച് കിട്ടി, കഥ കിട്ടി. നീ സ്റ്റോറി ലൈൻ പറ കേക്കട്ടെ. 2 പെൺ സുഹൃത്തുക്കൾ, അവർക്കിടയിലുണ്ടാവുന്ന ഇണക്കങ്ങളും പിണക്കങ്ങളും പരിഭവങ്ങളും. ഈ ഉണക്ക കഥയ്ക്കാണോ മനസ്സിന്റെ കോണിൽ ഉത്ഭവിച്ച് കാണാവഴിയിൽ സഞ്ചരിച്ച് ഭ്രാന്തിയെപ്പോലെ? നന്നായിണ്ട്. ആക്ച്വലി they are made for each other. അപ്പൊ അവര് ലെസ്ബിയൻസാ? എന്നാ കൊള്ളാം. ഈ ബാക്കി കഥ ഒന്ന് പറഞ്ഞേ. ഇവളെന്തായി പറയുന്നത്? അവള് പിച്ചും പെയും പറയാ. സോഫിയ കഥ പറഞ്ഞു കഴിഞ്ഞതും കറണ്ട് പോയി. അങ്ങനെ സോഫിയ വീണ്ടും അവളുടെ എഴുത്ത് തുടങ്ങുകയാണ്. മഞ്ഞുമലകളിൽ പ്രഭാതകിരണങ്ങൾ പതിച്ചപ്പോൾ സ്വർണത്തിന്റെ നിറം തൂകി. ഒരു സംശയം, ഇത് നോവലാണോ എഴുതുന്നത് അതോ ഷോർട്ട് ഫിലിമിന്റെ സ്ക്രിപ്റ്റോ? ഈ വക സാധനമൊക്കെ എടുത്ത് സബ്മിറ്റ് ചെയ്താണ്ടല്ലോ ആ നേരത്തെ കണ്ട മാഡല്ലേ അവര് എറിയും നിന്നെ. സൂര്യരശ്മികൾ ക്ലാരയുടെ മിഴികളിൽ വന്ന് പതിച്ചപ്പോൾ അവളുടെ ചുണ്ടുകളിൽ
പ്രണയത്തിന്റെ ഒരു പുതുമഴ പെയ്തു. സൂര്യരശ്മികൾ കണ്ണിൽ പതിച്ചപ്പോ അവളുടെ ചുണ്ടില് പ്രണയത്തിന്റെ പുതുമഴ പെയ്തു അത്രേ. എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക, ഇതെങ്ങനെയാണ് ഇവരിത് ഷൂട്ട് ചെയ്യാൻ പോണത്? ഈ ചുണ്ടില് പുതുമഴ പെയ്യണ സീനൊക്കെ നിങ്ങൾ എങ്ങനെ ഷൂട്ട് ചെയ്യും? പാൻപരാക്ക് വായിലിട്ട് തുപ്പുവോ? ഒരു നോവലാണെങ്കിൽ ശരി, ഇത് ഷോർട്ട് ഫിലിമിന്റെ സ്ക്രിപ്റ്റ് അല്ലേ? ചുണ്ടില് പുതുമഴ പെയ്തു, ചുണ്ടില് പുണ്ണ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വരാം. അവളുടെ ചുണ്ടുകളിൽ പ്രണയത്തിന്റെ ഒരു പുതുമഴ പെയ്തു. എന്താണോ താൻ പറയുന്നതിന്റെ അർത്ഥം? അർത്ഥം കണ്ടെത്താൻ കഴിയുന്നവനൊക്കെ ഇങ്ങോട്ട് വന്നാ മതിയടാ പുല്ലേ. ബാക്കി പറ, ഇത്രയും കേട്ടില്ലേ, ബാക്കിയോട് കേക്കാം. അവളുടെ പ്രണയം ആരോടായിരുന്നു? എന്തായാലും എന്നോടല്ല, ഇനി ഒരു പാട്ടാവാം. നിർത്ത്. ഇത് നീ വല്ല സർക്കസ് കമ്പനിക്കാർക്ക് കൊടുക്കും. ആന സൈക്കിള് വിട്ടുമ്പോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ഉപയോഗിക്കാം. ഈ പാട്ടിന്റെ ഇടയിൽ പുതിയൊരു കഥാപാത്രം കൂടി കഥയിലേക്ക് വരികയാണ്, രഹാന. നീ വിചാരിച്ച ഇന്നൊരു മെക്കാനിക്കിനെ കിട്ടില്ല. പിന്നെ കാറ് കിടക്കുന്ന ലൊക്കേഷൻ ഒന്ന് ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്തോണേ. ഐ എം രഹാന, നേച്ചർ ഫോട്ടോഗ്രാഫറാ. എന്റെ കാറിന് ചെറിയൊരു പ്രോബ്ലം. നിങ്ങൾ വരുന്ന വഴി വർക്ക്ഷോപ്പ് വല്ലതും കണ്ടിരുന്നോ? അങ്ങനെ വർക്ക്ഷോപ്പ് തേടി നടന്ന രഹാന എന്തിനാന്നറിയില്ല ഇവരുടെ ഒപ്പം പാട്ടും കൂത്തുമായിട്ട് അങ്ങോട്ട് കൂടി. ഇത് ടമാർ സെറ്റപ്പ്. ഇവിടെ എന്റെ ക്യാമറ കൊണ്ട് ഞാൻ പൊങ്കാലയിടും. അതാണ് പ്രശ്നം. എന്തിനാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഇവർക്ക് അറിയണില്ല. സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് നോവൽ എഴുതുക, ക്യാമറ കൊണ്ട് പൊങ്കാല ഇടുക. ഇവിടെ എന്റെ ക്യാമറ കൊണ്ട് ഞാൻ പൊങ്കാലയിടും. കണ്ട ഒരു ഗസ്റ്റ് ഹൗസ് ആണെന്ന് തോന്നത്തേയില്ല. പണ്ടേതോ സായിപ്പ് ലവർക്ക് ഗിഫ്റ്റ് ആയി കൊടുത്തതായിരിക്കും. അത്രയും ദാരിദ്ര്യം പിടിച്ച സായിപ്പൊന്നും ഇവിടെ ഇല്ല. യെസ്, ഇറ്റ്സ് റിയലി നൈസ്. പ്രണയദാഹിയായി ആകാശത്തെ തൊട്ടുരുമി നിൽക്കുന്ന മലകൾ. ഒന്ന് നിർത്തുന്ന്. തുടക്കം മുതൽ കേൾക്കാൻ തുടങ്ങിയതാ അവരുടെ മലരണിക്കാട് തിങ്ങി വിങ്ങി, മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി. പ്രണയദാഹിയായി ആകാശത്തെ തൊട്ടുരുമി നിൽക്കുന്ന മലകൾ. ആക്ച്വലി ഈ വീടിനൊരു പ്രത്യേകത ഉണ്ട്. ഓ, ഈ വീട്ടില് പ്രേതം ഉണ്ടാവില്ലേ? ഇതെങ്ങനെ മനസ്സിലായി? എന്നെ കൊണ്ട് പറയിക്കണോ? സോഫിയ, എന്താ സാധനം ഇത്? ഞാനിവിടുത്തെ കെയർ ടേക്കറാ മീനാക്ഷി. പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഞാൻ വിചാരിച്ചു ഡാങ്കിനി അമ്മൂമ്മയാന്ന്. അതെ, അത്രയ്ക്ക് കളിയാക്കാനൊന്നും ഇല്ലാട്ടോ. നിങ്ങളൊക്കെ ഒന്ന് മുഖം കഴുകി വന്ന് ഇവരെ പോലെ തന്നെ ഉണ്ടാവും കാണാൻ. അപ്പവും മുട്ടയും വേണോ അതോ മുട്ടയും അപ്പവും വേണോ? എനിക്ക് അല്പം സ്വൈര്യം വേണം. തരാൻ പറ്റൂ? ആളെ മുട്ട കിട്ടോ? അത് നീ ഇടേണ്ടി വരും. ബാഗിൽ ഉണ്ടായിരുന്ന എന്റെ ക്യാമറ കാണാനില്ല. അങ്ങനെ ആ രാത്രിയില് ഇവരുടെ ക്യാമറ ആരോ കട്ടോണ്ട് പോവാണ്. എന്നാലും ആരാ ക്യാമറ കൊണ്ടുപോയത് അറിയില്ല. ഇനി വല്ല കള്ളന്മാരാരെങ്കിലും? കള്ളന്മാരോ? അതിന് നമ്മൾ ഇവിടെ തന്നെയല്ലേ ഉണ്ടായിരുന്നത്. ഓ, അപ്പൊ നിങ്ങള് കള്ളന്മാരാണെന്നാണോ? നോക്കുമ്പോ ക്യാമറ ആരും കട്ടിട്ട് പോയിട്ടൊന്നുമില്ല. ഈ വീട്ടിലുള്ള മറ്റേ വേലക്കാരി ചേച്ചിയില്ലേ, അവരാ ക്യാമറ എടുത്തോണ്ട് പോയിട്ട് അതിന്റെ മുന്നിൽ നിന്ന് എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കാണ്. ഇതൊക്കെ കോമഡി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, എനിക്ക് തോന്നുന്നില്ല. ഞാൻ സത്യം പറയാലോ, എന്തവര് കാണിക്കണേ? ഇത് കോമഡിയാണോ? അല്ലെങ്കിൽ ഇങ്ങനെ അടിയിൽ എഴുതി കാണിക്കണം, ഈ സബ് ടൈറ്റിലൊക്കെ പോലെ, കോമഡി പ്ലേയിങ്. വെറുതെ അല്ല മഞ്ജു വാര്യർ ഈ പടത്തിൽ ഇല്ലാന്ന് ആദ്യം തന്നെ പറഞ്ഞത്. ഈ സിനിമയിൽ ഞാനില്ല. അങ്ങനെ ഇവരുടെ ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. അല്ലെങ്കിൽ വേണ്ട, ഇതിനതൊന്നും ചേരില്ല. അവരാധം സൗന്ദര്യ, നീ ക്യാമറ ഫോക്കസ് ചെയ്തോ? ഫോക്കസ് ചെയ്തോണ്ടിരിക്കാ. അല്ല, ഇവരെന്താ ഷൂട്ട് ചെയ്യണത്? ഷോർട്ട് ഫിലിം തന്നെ അല്ലേ ഇവരെടുക്കണത്? അതോ മറ്റേ പാൽപ്പായസം പഞ്ചാമൃതൊക്കെ പോലെ എന്തെങ്കിലും ആണോ? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ ഇത്? സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ. ഞാനിതാ പോയിടുന്നിതാ താരകങ്ങളെ. അങ്ങനെ അവിടെ ജീപ്പ് ആക്സിഡന്റ് നടക്കുകയാണ്. സോഫിയയുടെ ഭാഷയിൽ പറഞ്ഞാൽ, അവളുടെ കാലുകൾ ജീപ്പിൽ തട്ടിയപ്പോൾ ജീപ്പിന്റെ പ്രണയത്തിൽ മുങ്ങി അവൾ ദൂരേക്ക് തെറിച്ചു പോവുകയാണ്. വേണ്ടായിരുന്നു. ഭയങ്കര മോശമായി പോയി. കണ്ടില്ലേ, ഈ കാട്ടവരാധം ഷൂട്ട് ചെയ്യണത് പ്രകൃതിക്ക് പോലും സഹിക്കണില്ല. അങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങിയ അന്ന് തന്നെ ഈ പടം പാക്കപ്പായി. എത്രയും പെട്ടെന്ന് നീ വണ്ടി ഇവിടെ എത്തിക്കാൻ നോക്ക്. നോ, എനിക്ക് ആക്ടിങ്ങിന്റെ ABCD പോലും അറിയില്ല. ഓ, പിന്നെ ഇവരൊക്കെ പിന്നെ അഭിനയിച്ച് മറിക്കല്ലേ. ഞങ്ങളുടെ നായികയല്ലേ. നായികയോ? നോ, എനിക്ക് ആക്ടിങ്ങിന്റെ ABCD പോലും അറിയില്ല. മതി, ഇത് ധാരാളം മതി. ഞങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാം ട്രൈ ചെയ്തതാ, ആരെയും കിട്ടിയില്ല. ആരും വരില്ല, അവർക്കൊക്കെ പുറത്തിറങ്ങി നടക്കണം. ഓക്കെ, നിങ്ങൾ ഇത്ര റിക്വസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് ഐ വിൽ ട്രൈ. അങ്ങനെ നിർത്തിവെച്ച ഷൂട്ടിംഗ് ഇവര് വീണ്ടും ആരംഭിക്കുകയാണ്. അവരാധം ആക്ഷൻ.
അങ്ങനെ 2ാം ദിവസത്തെ ഷൂട്ടിംഗ് തേനീച്ചയും മുടക്കി. ആർക്കും നിങ്ങളുടെ പടം വേണ്ട, എടുത്തിട്ട് പൊക്കോന്നാ പറയണത്. ഇത് വിശന്നിട്ട് തിന്നാണോ അതോ കോമഡിക്ക് വേണ്ടിയിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടണം? ഒരാൾ ഫുഡ് വലിച്ചു വാരി തിന്നുന്നതിൽ ഇപ്പൊ കോമഡി ആയിട്ട് എന്തുള്ളു? ഇവളൊക്കെ തിന്നാൻ വേണ്ടി തിന്നുന്നല്ല. ഒന്നാമത് ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഫുഡ് തിന്നും? ഇവർ ഇത്രയും കാലം പട്ടിണിയിലായിരുന്നു. എനിക്കിത് കാണുമ്പോ ചിരിയല്ല, അറപ്പാണ് തോന്നുന്നത്. തേനീച്ച കൊത്തിയ തേനീച്ചല്ല. ആവേശത്തിന്റെ അമ്മക്ക് കൊണ്ട് കൊടുത്താ മതി. തടിച്ച് പണ്ടാറം. അടുത്തൊരു പാട്ട്. ദാ പിന്നെയും പി പി. ഇതിന്റെ പ്രൊഡ്യൂസർക്ക് ഇതിനു മുന്നേ പി പി കച്ചവടായിരുന്നു. പെട്ടെന്ന് ആരോ ബൈക്കിലൊക്കെ വന്ന് നമ്മുടെ നായികമാരെ ആക്രമിക്കുകയാണ്. എന്തിനാന്നാവോ? ചിലപ്പോ ഇവരുടെ പഴയ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച ആരെങ്കിലൊക്കെ ആയിരിക്കും. കണ്ടില്ലേ, ഹെൽമെറ്റ് ഊരണില്ല. ഇത് ജെൻസിന്റെ ചുട്ടിയാണല്ലോ. ഇതെന്റെ ബോയ് ഫ്രണ്ടിന്റെയാ. പാവം ധൃതിയിലെടുക്കാൻ മറന്നുപോയതാ. ഡീറ്റെയിൽ ആയിട്ട് പറ. നീ പറ, നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറ. ഹൊറർപ്പടാണെന്നും പറഞ്ഞിട്ട് ഒരു ജെട്ടിക്കഥയും കൊണ്ട് വന്നേക്കാണ്. ഇതാണോ തുടക്കത്തിൽ മഞ്ജു വാര്യർ പറഞ്ഞ കൗതുകം? ഞാൻ മെല്ലെ പോയി വാതിൽ തുറന്നു. ഞാൻ ആരോടും മിണ്ടാൻ പാടില്ല, ഫോൺ ചെയ്യാൻ പാടില്ല. എല്ലാം ഒരു കോയിൻസിഡൻസ് പോലെ. റഹാനെ നമ്മൾ പരിചയപ്പെടാനും അവൾ നമ്മുടെ കഥാപാത്രമായി മാറാനും നമ്മൾ വിചാരിച്ചതിനും അപ്പുറമല്ലേ അവൾ പെർഫോം ചെയ്തത്. ഇത് റഹാനല്ലേ? അപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതാരാ? അപ്പൊ രഹാന പ്രേതാണ് കേട്ടോ. ഇവളുടെ ശരിക്കുള്ള പേര് മെർലിൻ എന്നാണ്. അപ്പൊ പ്രേതത്തിന്റെ കാറ് ബ്രേക്ക് ഡൗൺ ആയി. പ്രേതം ഇവരുടെ കൂടെ കൂടി ഷോർട്ട് ഫിലിമിലും അഭിനയിച്ചു. നല്ല പ്രേതം. അതാ പെട്ടെന്ന് റഹാന എങ്ങടപ്പോ ഷോർട്ട് ഫിലിമിന്ന് പോയത്? ഇപ്പൊ റഹാനയ്ക്ക് പകരം ഏതോ പുകയാണ് അഭിനയിക്കണത്. അല്ല, രണ്ടും കണക്കാ. റഹാനയുടെ പ്രേതം TV ഒക്കെ പൊളിച്ച് പുറത്തേക്ക് വരികയാണ്. രഹാന ചന്ദനക്കടത്തും തുടങ്ങിയോ? അങ്ങനെ അവസാനം പ്രേതം സോഫിയയുടെ ദേഹത്ത് കേറിയിരിക്കുകയാണ് ഗൈസ്. ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഒരു കണ്ണിന്റെ പോള അടച്ചില്ല, മറ്റേ പോള അടച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി. എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിക്കായിരുന്നു. സംഭവം എന്താന്ന് വെച്ചാ മെർലിൻ അഥവാ രഹാന 1 വർഷം മുന്നേ കൊക്കയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു എന്നാണ് എല്ലാരും പറയണത്. എന്നാൽ അത് അങ്ങനെയല്ല. അങ്ങനെ 1 വർഷം മുമ്പുള്ള മർഡർ കേസ് അന്വേഷിക്കാൻ പോലീസ് ഇപ്പൊ കെട്ടിയെടുക്കുകയാണ്. ഇതിന്റെ സ്ക്രിപ്റ്റ് ആരാ എഴുതിയത്? ആദ്യം ആ ചെറ്റയിൽ ഇങ്ങോട്ട് തപ്പിയെടുക്കുക. ഇതാണ് നമ്മുടെ കേസ് അന്വേഷിക്കുന്ന ഓഫീസർ ദീപിക മേനോൻ. ഇവര് കേസ് അന്വേഷിക്കുന്നത് ഒരു വെറൈറ്റി രീതിയിലാണ്. ഇറ്റ്സ് എ ക്ലീൻ കേസ് ഓൺ സൂയിസൈഡ് എന്ന് പറഞ്ഞിട്ടാണല്ലോ ഫയൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതെന്തിനാ ഞങ്ങളോട് ചോദിക്കണേ? അല്ല, ഞങ്ങളാണോ ഈ കേസ് അന്വേഷിക്കണത്? 1000 അടി താഴ്ചയിലേക്കാ മെർലിന്റെ ബോഡി വീണത്. കാർഡിയാക് അറസ്റ്റ് ആണ് മരണകാരണമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. 1000 അടി താഴ്ചയ്ക്ക് വീണിട്ട് കാർഡിയാക് അറസ്റ്റ് വന്നിട്ടാണോ മെർലിൻ മരിച്ചത്? തലയൊന്നും പൊട്ടിയില്ലേ? ഒരു പൂഞ്ഞാട്ടിലെ വർത്താനം പറയാൻ നിൽക്കരുത്. എല്ലാ കാര്യങ്ങളിലും ആലോചിച്ചൊരു തീരുമാനം എടുക്കുന്ന കൂട്ടത്തിലായിരുന്നു അവള്. സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ മെർലിൻ എന്തിനെ സൂയിസൈഡ് ചെയ്തു? ഏയ്, അത് നിങ്ങളല്ല കണ്ടുപിടിക്കേണ്ടത്. ഇത് നല്ല കൂത്ത്. എന്തുകൊണ്ട് അവൾ കൊല ചെയ്യപ്പെട്ടു? അതിനുത്തരമാണ് എനിക്ക് വേണ്ടത്. ചേച്ചിയെ, അത് കണ്ടുപിടിക്കാനാണ് നിങ്ങളിപ്പോ വന്നേക്കണത്. എനിക്ക് പ്രാന്താവുണ്ട് കേട്ടോ. എങ്ങനെ കൊന്നു? ആര് കൊന്നു? എന്തിനു വേണ്ടി കൊന്നു? അതാണ് എനിക്ക് അറിയേണ്ടത്. എനിക്ക് നിന്റെ സഹായം കിട്ടിടത്തോളം മതി. ഇനി നീ എന്തെങ്കിലും സംസാരിച്ചാൽ ഞാൻ നിന്നെ തല്ലും. ചിലപ്പോ മെർലിനെ കെട്ടാനൊരു നാളായിരിക്കാം, അവളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം. ഒരു പക്ഷെ ഞാനാണെങ്കിലോ? ഒരു പക്ഷേ നീയുമായിരിക്കും. അങ്ങനെ പോലീസ് മാഡം ആരാണ് ഈ മെർലിനെ കൊന്നതെന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. എന്നാ ഈ ചത്തുപോയ മെർലിന്റെ പ്രേതത്തിന് അവരോട് പോയി പറഞ്ഞൂടെ ആരാണ് അവളെ കൊന്നതെന്ന്? തനിക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൂടോ? ഇവിടെ നമ്മുടെ പ്രേതത്തിന് അതിനൊന്നും സമയമില്ല, ഫുൾ ബിസിയാണ്. ഇതുണ്ടോ നല്ല അടിപൊളി പൂമ്പാറ്റകള്. എന്തേനു? എന്നാ കുറച്ച് പൂമ്പാറ്റകൾ എടുത്താ പ്രൊഡ്യൂസറിന് കൊണ്ടേ കൊടുക്ക്. അയാളും പറത്തി കളിക്കട്ടെ. അല്ല, അയാൾ ഇപ്പൊ തന്നെ ആയിരിക്കും ചെയ്യണ്ടാവുക. മനുഷ്യരുടെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ അവിടെ പൂമ്പാറ്റകള്. നിൻമിഴിനീർ മണി കുളിരിൽ തൂവരുതേ, കരളെ നീ ജാതി അപരാധങ്ങൾ എടുത്തു വെക്കരുതേ. ഇതെന്താ അവതാർ 4ന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ വന്നതാണോ? ഇതാണ് നെയ്റ്റീരിയുടെ ചേച്ചി ചന്ദനത്തിരി.
കൊള്ളാം കൊള്ളാം. അങ്ങനെ ബ്ലറായി പോയ ഒരു ഫോട്ടോയിൽ നിന്നും നമ്മുടെ മേഡത്തിന് എന്തോ ഒരു തെളിവ് കിട്ടുകയാണ്. ക്ലാരയുടെ മുഖം കാറിന്റെ സൈഡ് മിററിൽ പതിഞ്ഞത് ക്ലാര അറിഞ്ഞിരുന്നില്ല. യെസ്, ഗോട്ട് ഇറ്റ്. ദാ ഇങ്ങനെയുള്ള ഈ ഫോട്ടോ മാഡം എഡിറ്റ് ചെയ്തിട്ട് അതിന്റെ ഉള്ളിലുള്ള മുഖം ഇവര് കണ്ടുപിടിച്ചു അത്രേ. ഇത് ഏത് സോഫ്റ്റ്വെയർ ആണെന്നാവത്? ഇപ്പൊ വന്നിരിക്കണ ജെമിനിയിൽ കൂടി ഇത് പറ്റില്ല. കൊല്ലപ്പെട്ട മെർലിന് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഊണിലും ഉറക്കത്തിലും അവളുടെ കൂടെ നിൽക്കുന്ന ഒരു ഫ്രണ്ട്, ക്ലാര. മെർലിൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് ക്ലാരയ്ക്ക് അങ്ങോട്ട് ഇഷ്ടായില്ല. മതി മതി, കൂടുതൽ സൊല്ലണ്ട. ഇനിയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട്. അതന്നെ സംഭവേ. മഴവില്ലിൻ ക്ലാരയ്ക്ക് മെർലിന് ഇഷ്ടാണ് ഇത്രേ. ഏത് എനിക്ക് നീ വേണം. നീ എന്റെ അടുത്തുള്ള ഓരോ സെക്കൻഡും ഞാൻ എന്തുമാത്രം എൻജോയ് ചെയ്യുന്നു നിനക്കറിയോ? ഈ അവസ്ഥയിൽ ഇനി ഈ മുറിയിൽ നമ്മൾ രണ്ടും ഒരുമിച്ച് കഴിയില്ല. ക്ലാരയ്ക്ക് മെർലിൻ അയച്ച മെസ്സേജ് ഒന്ന് വായിച്ചു നോക്കിക്കേ. ഇനി ഒരിക്കലും കുമിട്ടരുതേ എന്ന പ്രാർത്ഥനയോടെ ഞാൻ പോകുന്നു. ഇല്ല, ഇനി ഒരിക്കലും കുമിട്ടില്ല. എന്താന്നാവോ ഈ കുമിട്ടല്? അമിട്ട് പോലത്തെ വല്ലതാണോ? ക്ലാരയുടെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കിയ മെർലിൻ വേഗം അവിടുന്ന് സ്ഥലം വിടുകയാണ്. പിന്നെ അവളങ്ങനെ വെറുതെ വിടാൻ ക്ലാരയ്ക്ക് പറ്റുമോ? പറ്റില്ല. ക്ലാര മെർലിനെയും കൂട്ടി ഡയമണ്ട് ഹിൽസിലേക്ക് പോവുകയാണ്. ഇന്ന് അവന്റെ സംഗതി എല്ലാം പുറത്തു വരും. അങ്ങനെ മെർലിൻ മരിച്ചു, അല്ല കൊന്നു. ഈ കൊലപാതകം നടത്തിയ ക്ലാര നമ്മുടെ സോഫിയയുടെ ചേച്ചിയാണ് കേട്ടോ. അങ്ങനെ അവസാനം സോഫിയയുടെ ദേഹത്ത് കയറിയ മെർലിൻ ക്ലാരയെ കൊന്ന് പ്രതികാരം തീർക്കുകയാണ്. എന്റെ സംഗതി എല്ലാം പുറത്തു വന്നു നോക്ക് ചന്ദ്ര. ഇത്രേ ഉള്ളൂ. 2 സിറിഞ്ചെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുന്നു. ഇതിലെവിടെയാണ് ഹൊറർ? ഇനി ഞാൻ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് വരാം. ഞാൻ പറയണില്ല എന്ന് വെച്ച ചില കാര്യങ്ങളുണ്ട്. പിന്നെ ഇവർക്കിത് കാണിക്കാച്ച പിന്നെ എനിക്ക് പറയാനാണോ പേടി? ദേ ഈ കഥാപാത്രങ്ങള്, ഇവര് മൂത്രം ഒഴിക്കണതും കോണ്ടത്തിന്റെ കഥ പറയണതും ജട്ടി എടുത്തോണ്ട് വരണതും ഇതൊക്കെ ഒരു കോമഡിയാണോ? ഇതാണോ കോമഡി? ഇതാണോ തുടക്കത്തിൽ മഞ്ജു വാര്യർ പറഞ്ഞ കൗതുകം? എന്താ ഇത്? ചെറിയൊരു കൗതുകം നിങ്ങൾക്കും തോന്നുന്നില്ലേ? പിന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ്, ഹോ ഗംഭീരം. ഇങ്ങനത്തെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയിട്ട് വല്ല കടല പൊതിയാനും കൊടുക്കുക. പിന്നെ ഞാൻ വൈകി മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്. ഇതിന്റെ തുടക്കത്തിൽ തന്നെ അവര് നമ്മളോട് പറഞ്ഞു, നമ്മൾ നേരെ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ് ഈ പടത്തിന് തല വെക്കരുത് എന്ന് അവര് നമ്മളോട് പറഞ്ഞു. നിങ്ങൾ തന്നെ ഒന്ന് കേട്ടു നോക്ക്. ഗേൾസ് എന്ന ഈ സിനിമയെ കുറിച്ച് കേട്ടപ്പോൾ ഒരു കൗതുകം തോന്നി. അതുകൊണ്ട് ഈ ചിത്രത്തെക്കുറിച്ച് 2 വാക്ക്. ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ചലച്ചിത്രം. കണ്ടില്ലേ, ഈ ചിത്രത്തിൽ ഒന്നുമില്ല. അതാണ് അവര് പറയണത്. ഒരു കോപ്പ് പടം.